ഏറ്റവും മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കുന്നവർ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ അവര് തെറ്റ് ചെയ്യില്ല എന്ന് പറയല്ല, തെറ്റുകൾ സംഭവിക്കും, നമ്മൾ മനുഷ്യരാണ്. ആ തെറ്റുകൾ നമ്മൾ തിരുത്തി അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങും. അവിടെയാണ് നമ്മൾ ശുദ്ധി വരുത്തുന്നത്, അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോഴാണ്. പക്ഷെ എങ്ങനെ അറിയണം എന്നറിയോ? സുജൂദ് എന്ന് പറയുന്നത് കേവലം ഒരു കാർപ്പറ്റിൽ നല്ല സുഗന്ധം, നല്ല ബഹൂറൊക്കെ പതിപ്പിക്കുന്ന നല്ല പള്ളിയാണ് മാണിക്കോത്ത പള്ളിയിലെ ബഹൂറൊക്കെ ചെയ്യില്ല ഇവിടെ. എല്ലാ വെള്ളിയാഴ്ചയും നല്ല ബഹൂറുകൾ പുകയിപ്പിക്കണം എന്ന ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രത്യേക സുന്നത്താ. ജുമുഅത്ത് പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ ബഹൂർ പതിപ്പിക്കണം, പുകയിപ്പിക്കണം. ഇപ്പൊ AC കെട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരിക്കും അങ്ങ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും ചെയ്യുക. നല്ല ഒരു വാസന, സുഗന്ധമാണ്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് സുജൂദിൽ കിടക്കുമ്പോഴേ ഒരു മണ്ണിൽ ഒരാൾ ചെയ്യുന്ന സുജൂദിന്റെ മധുരം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളത് വളരെ ക്ലീൻ ആൻഡ് ടൈഡി ആൻഡ് നീറ്റ് നമ്മൾ കിടക്കുന്നല്ല, നമ്മൾ സാധാരണ പെട്ടുപോയി നിൽക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. സുന്ദരമായിട്ട് സുജൂദ് ചെയ്ത് പോരുന്നു. നേരെ മറിച്ച് പച്ച മണ്ണിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന്, അല്ലാഹുവേ ഞാൻ മണ്ണിനോളം താഴെയാണ് കേട്ടോ റബ്ബേ, നീ വിണ്ണുകൾക്ക് മീതെ ഉന്നതിയിലാണ് റബ്ബേ, സുബ്ഹാന റബ്ബി അൽ അഅ്ലാ, നീ ഏറ്റവും മേലെയാണ്. എപ്പോഴാ പറയില്ലെന്നറിയോ? നമ്മൾ ഏറ്റവും താഴെ നമ്മുടെ തല വെക്കുമ്പോഴാ നീ ഏറ്റവും മേലെയാണ് റബ്ബേ എന്ന് പറയാം. അങ്ങനെ അറിഞ്ഞ് സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം കൽബിന്റെ അടുത്തുകൂടെ പോകില്ല. കാരണം എന്തേ? റബ്ബേ ഞാൻ മണ്ണോളം താഴെയാണ്, ഞാൻ ഒന്നുമല്ലല്ലോ ഉടച്ചോനെ. നിസ്കാരം കഴിഞ്ഞിട്ട് കാണിച്ചു തരട്ടോ എന്ന് പറയാം. അപ്പൊ എന്ത് നിസ്കാരാണത്? എന്ത് സുജൂദാണത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. നമ്മളിതൊക്കെ അറിയുന്നുണ്ടോ? ഈ ഒരു ആരാധനയുടെ മധുരം നമ്മൾ അറിഞ്ഞോ? ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ഇതിനൊരു മധുരം ഉണ്ട് നമ്മൾ അറിഞ്ഞോ? വല്ലാഹി ലൗ അലിമൽ മുലൂകു വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്. ഇബ്രാഹിം മദ്ഹം തങ്ങളെ പോലെ തങ്ങൾ പറഞ്ഞിട്ടുണ്ടത്. വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഉദ്ധരണിയുണ്ട്. അവരൊക്കെ ഫക്കീറന്മാരായി നടക്കുക, സ്കീമാരായിട്ട് നടക്കുക. പക്ഷെ ആലിമീങ്ങൾ റബ്ബാനികളാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധരായ സൂഫി പണ്ഡിതന്മാരാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നമ്മുടെ നാട് ഭരിക്കുന്ന രാജാവും രാജാവിന്റെ അനുയായികളോ രാജകുടുംബമോ രാജകുമാരന്മാരോ കുമാരിമാരോ നമ്മൾ അനുഭവിക്കുന്ന സുഖം, നമ്മുടെ മനസ്സിന്റെ സമാധാനം എത്രയാണെന്നവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ആ സമാധാനം അത് കിട്ടാനല്ലേ ഈ യുദ്ധങ്ങളൊക്കെ നടത്തി രാജാക്കന്മാര് പെടാപ്പാട് വിടുന്നത്. സമാധാനത്തിന് നമ്മൾ അനുഭവിക്കുന്ന സമാധാനം അതെത്രയാണെന്ന് അവരറിഞ്ഞിരുന്നെങ്കിൽ ആ സമാധാനം നമ്മുടെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങാൻ അവര് വാളുകൊണ്ട് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നേനെ. അത്ര സമാധാനത്തിലാ നമ്മൾ ജീവിക്കുന്നത്. കയ്യിൽ അന്ന് തിന്നാനുള്ള ഭക്ഷണം പോലും ഉണ്ടാവില്ല, പക്ഷെ മനസ്സമാധാനമുണ്ട്. എന്തേ? നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെയാണെങ്കിൽ, റബ്ബിന്റെ കൂടെ നിൽക്കുക. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ബഹളങ്ങളിൽ നമ്മുടെ ശ്രദ്ധകളൊക്കെ പോവാൻ. അവിടെ ആ പ്രശ്നം, ഇവിടെ സംഘടനാ പ്രശ്നം, അവിടെ മറ്റേ ഡയലോഗ്, ഇവിടെ ഇന്നാളെ എഴുതി വിട്ടത്, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, അതൊക്കെ മറക്കിൻ. ഇതൊക്കെ ഫിത്നകളാണ്. ഫിത്നകൾ നടക്കുന്ന സമയം ഫിത്നകൾക്ക് ശ്രദ്ധ കൊടുക്കരുതെന്ന. കാരണം പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 2 സ്വലാത്ത് ചൊല്ലുന്ന നേരം ഏതെങ്കിലും ഒരു തന്റെ വാട്സപ്പ് ഫേസ്ബുക്ക് കസർത്ത് വായിക്കാനായിരിക്കും. എന്നാ പിന്നെ നിങ്ങൾ എല്ലാ ഇബാദത്തോട് പോയല്ലോ, പിന്നെ അതിന് പിന്നാലെയായി. നിങ്ങളെ പിഴപ്പിക്കലാണ് പിശാചിന്റെ ഉദ്ദേശം. നമ്മൾ നിന്നൊടുക്കല്ല. ഇവിടെ ഫിത്നയാണോ? ശൈത്താന്മാർ, പിശാചുക്കളാണ് അത് എഴുതി വിടുന്നത്. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് ദുആ ഇറക്കുക. നമ്മൾ നമ്മുടെ വഴിയിലേക്ക് തിരിച്ചു വരിക. ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഓരോ സമയത്തും അള്ളാഹുവിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. യാ അല്ലാഹ്, അള്ളാഹുവിന്റെ അരികത്തേക്കുള്ള ഈ മടക്കം അള്ളാഹുവിന് ഇഷ്ടമാണ്. സ്വന്തം വാഹനം മരുഭൂമിയുടെ മധ്യത്തിൽ നഷ്ടമായ ഒരു മനുഷ്യന്റെ, ഒരു ഒട്ടക സവാരിക്കാരന്റെ അനുഭവത്തെ നബി തങ്ങൾ ഉദാഹരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പന്ത്രണ്ട് 12:30 പോവില്ലേ? ഇൻഷാ അല്ലാഹ്. തുടങ്ങിയപ്പോൾ 10:15 ആയി തോന്നുന്നു അല്ലേ? അൽഹംദുലില്ലാഹ്. പുണ്യനബി തങ്ങൾ പറയുന്ന ഒരു യാത്രക്കാരന്റെ അനുഭവം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അല്ലാഹു ലല്ലാഹു അശദ്ദു ഫറഹാ. അല്ലാഹു എത്ര സന്തോഷമുണ്ടെന്നറിയോ? ഒരാൾ, പടച്ചോനെ ഞാൻ ഒരുപാട് കുരുത്തക്കേട് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, എനിക്ക് നീ മാപ്പ് തരണം കേട്ടോ
എനിക്കൊന്നും അറിയില്ലായിരുന്നു റബ്ബേ, എനിക്കൊന്ന് നിന്നിലേക്ക് തിരിച്ചു വരണം എന്ന് മനസ്സുകൊണ്ടൊരാൾ പറഞ്ഞാൽ അള്ളാഹ്ക്കുണ്ടാകുന്ന സന്തോഷം റബ്ബിന്റെ വഹി സ്വീകരിക്കുന്ന നബി പറഞ്ഞിരുന്നൊരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുപോലെ ഒരാൾ മരുഭൂമിയിലൂടെ അങ്ങനെ പോവാ. മരുഭൂമി എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ എവിടെയാണ് ഈസ്റ്റ് വെസ്റ്റ് വരെ തിരിയില്ല ചില നേരത്തെ, അനന്തമാണ്. അയാളിങ്ങനെ ഒരു വൃക്ഷത്തിന്റെ തണലിൽ, അയാളുടെ ഒട്ടകത്തിന്റെ മീതെ അയാളുടെ വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. പിന്നെ മൊബൈൽ ഫോണും ചാർജറും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതോടെ വെച്ചിട്ട് ഒട്ടകപ്പുറത്ത് ഇതേ ഉള്ളൂ. മൂപ്പരുടെ താഴെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങി എണീറ്റ് നോക്കുമ്പോ ഈ ഒട്ടകത്തെ കാണില്ല. മരുഭൂമിന്റെ നടുവിൽ എവിടെയാണ് ഇയാൾ, യാത്രയിലാണ്. എവിടേക്ക് പോയി എന്ന് നോക്കിയിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒട്ടകത്തെ തെരഞ്ഞ് ഇങ്ങോട്ട് നടന്നാൽ, പോയത് ഈ വഴിക്കാണെങ്കിൽ ഒട്ടകം ഒരുപാട് ദൂരത്തെത്തിപ്പോകും. ഇങ്ങോട്ട് പോയി ഒട്ടകം ഈ വഴിക്കാണെങ്കിൽ അതും നഷ്ടാവും. ഒട്ടകം പോയ വഴി ഏതാണെന്ന് അറിയുന്നില്ല. കുറെ നടന്നയാള് മരിക്കാൻ വേണ്ടി ആ മരത്തിന്റെ താഴെ തന്നെ വന്ന് കിടക്കാൻ കഴിഞ്ഞു. വെള്ളമല്ല, വെള്ളം പുറത്തല്ലേ ഉള്ളത്, ലോഡ് വെച്ചിരിക്കല്ലേ, ഭക്ഷണമില്ല. ആര് എന്ത് ഗഫ്തീരിയ, എന്ത് സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ ബക്കാലൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. കനങ്ങട്ടരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബക്കാലുണ്ടായിരിക്കും. അപ്പൊ അവിടെ അവരൊന്നുമില്ല. അപ്പോ എന്താ ചെയ്യാൻ മൂപ്പരങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒന്ന് വിഷമം കൊണ്ട് തളർന്നിട്ട് ഒന്ന് കണ്ണു ചിമ്മിപ്പോയി. ഒന്ന് ആലോചിക്കാനല്ലോ, കഴിഞ്ഞില്ലേ, നീ മരിക്കന്നെ, എന്താ എന്ത് ചെയ്യും, എങ്ങോട്ട് നടക്കാനാ? ആ ഒരു മയക്കത്തിൽ നിന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോണ്ട് ആ ഒട്ടകം മുമ്പിൽ വന്ന് നിൽക്കുന്നു. യാ അല്ലാഹ്! ഇയാള് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയി, ഫഖാൽ അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക, റബ്ബേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. നബി പറയാ, സന്തോഷം കണ്ട് പെരുത്തപ്പോഴേ അയാൾക്ക് പറഞ്ഞത് തെറ്റിപ്പോയി. പറയേണ്ടത് അല്ലാഹ് ഞാൻ നിന്റെ അടിമയാണെന്നാ പറഞ്ഞ. നീ എൻ്റെ അടിമയാ പടച്ചോനെ, ഞാൻ നിന്റെ രക്ഷിതാവാണ്. അഖ്ത മിൻ ശിദ്ദതി ഫറഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയാ, ശിദ്ദത്തുൽ ഫറഹ് അങ്ങനെ ഉണ്ടാവില്ലേ, നമ്മൾ നഷ്ടപ്പെട്ടു പോയി. മൊബൈൽ നഷ്ടപ്പെട്ട ബേജാറത്ര, പേഴ്സ് നഷ്ടപ്പെട്ടാൽ, ഇവിടെ പത്താക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും ബാങ്ക് കാർഡും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല കയ്യില്, അത് തിരിച്ചു കിട്ടൂല എന്ന് വിചാരിച്ചിരിക്കുക, തിരിച്ചു കിട്ടുന്നു. അതുപോലെയുമല്ല ഈ ഉദാഹരണം. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ മരുഭൂമിയിൽ അകപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയാണ്. ഈ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! അതിനേക്കാൾ അള്ളാഹ്ക്ക് സന്തോഷമാണ് ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കയറി ചെന്ന് ഏതെങ്കിലും ഒരു തൂണിന്റെ, ഒരു ചുമരിന്റെ ഏതെങ്കിലും ഒരു മൂലയിലോ നടുവിലോ എവിടെങ്കിലും പോയി 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിരുന്ന്, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ സുന്നത്ത് നിസ്കരിച്ച്, അള്ളാഹുവേ എനിക്ക് മാപ്പ് താ റബ്ബേ, എനിക്കൊന്നും നന്നാവാൻ ആയില്ല പടച്ചോനെ, എനിക്കൊന്നും ഇതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു റബ്ബേ, ഞാനൊന്നും പഠിച്ചില്ലായിരുന്നു പടച്ചോനെ, കുറെ വേണ്ടാത്ത ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, നീ എന്നെ സ്വീകരിക്കുമോ? അല്ലാഹുവിനെ എനിക്ക് മാപ്പ് തരൂലേ, എനിക്ക് മാപ്പ് താ എന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ, പെണ്ണുങ്ങളെ, നിങ്ങളുടെ വീടിലെ മുസല്ലയിലിരുന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ, ഈ ഒട്ടകം തിരിച്ചു കിട്ടിയ മനുഷ്യന് തോന്നുന്ന സന്തോഷത്തിന്റെ 100 കണക്കിന് 10 മടങ്ങ് സന്തോഷം അള്ളാഹുവിനുണ്ട്. നമ്മൾ വന്ന അള്ളാഹു വല്ല നേട്ടമുണ്ടോ നമ്മൾ വന്നിട്ട്? ഇല്ല. അള്ളാഹുവിന്റെ അധികാരം കൂടുന്നുണ്ടോ നമ്മൾ നന്നായി എന്ന് വിചാരിച്ചിട്ട്? നിങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയം പോലെ നിങ്ങളുടെ ഹൃദയമൊക്കെ മാറി എന്ന് വിചാരിക്കുക. അള്ളാഹിന്റെ അധികാരത്തിൽ അത് ഒന്നും കുറവ് വരുത്തൂല. അള്ളാഹ് നിങ്ങളങ്ങോട്ട് JCB കോരിനെ പോലെ കോരിക്കൊണ്ടുപോയിട്ടിട്ട് വേറെ കൗമിനോട് കൊണ്ടുവരും, ഇത്രയേ അള്ളാഹ് ചെയ്യുള്ളൂ. അള്ളാഹ്ക്കൊന്നും സംഭവിക്കണില്ല. പക്ഷെ നമ്മൾ തിരിഞ്ഞു നടന്നാൽ അള്ളാഹ്ക്ക് സന്തോഷമുണ്ട്. അള്ളാഹ്ക്ക് സന്തോഷമുള്ള കാര്യം നമുക്ക് ചെയ്തൂടെ? നമുക്ക് അതിനൊരു അവസരമല്ലേ? ഇപ്പൊ ഇന്നലെ വരെ വാതിലുള്ള ആൾ ഇന്ന് മണ്ണിനുള്ളിലാണ്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അത്? ഇന്നലെ ഈ നേരത്ത് മാണിക്കോത്ത് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മൂസച്ച, അദ്ദേഹം ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ് എന്ന് പറയുമ്പോ നാളെ നമുക്കും അത് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ സെക്കൻഡ് തൗബ ചെയ്യാൻ റമദാൻ വരെ സമയമല്ല. മുഹറം 1 ആവട്ടെ എന്ന് പറയല്ലേ, തിങ്കളാഴ്ച രാവ്, വ്യാഴാഴ്ച, അതൊന്നും ഇന്ന് തിങ്കളാഴ്ച രാവ് അല്ല, ആയിട്ടില്ല, ഇന്ന് വെള്ളിയാഴ്ച, ശനിയാഴ്ച രാവ് അല്ലേ? സുബ്ഹാനല്ലാഹ്, ഈ നിമിഷം, ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തം, നിൽക്കുന്ന നിരുത്തം, വാഹനങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എവിടെയാണോ ഇത് കേൾക്കുന്നത് അവിടെ ഓൺലൈനിലും ഓഫ്ലൈനിലുമുള്ള ആളുകൾ ഉണ്ടാവാം. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് അല്ലാഹുവേ നീ എന്നെ സ്വീകരിക്കണമേ എന്ന് ഖൽബ് കൊണ്ടൊന്ന് പറയും. ഞാനും പറയാം, നിങ്ങളും പറയും. ഇത് ഒറ്റക്ക് പറയണം, കൂട്ടമായിട്ട് പറയാം, ഒറ്റക്ക് പറയണം. ഒറ്റക്ക് പറയുമ്പോൾ എന്റെ മീനിങ് ശരിയാവുള്ളൂ, അർത്ഥങ്ങൾ ശരിയാവുള്ളൂ. ഇൻഷാ അല്ലാഹ് മറന്നു പോവല്ലേ. അള്ളാഹു അതിനൊരു മധുരം തന്നിട്ടുണ്ട്. ആ മധുരം അറിയാതെ കുറെ ജ്യൂസ് കുടിച്ച മധുരം ഇതൊന്നും ഓർമ്മയിൽ നിൽക്കൂല. ഈമാനിന്റെ മധുരത്തിനൊരു രസമുണ്ട്. ആ മധുരം അറിഞ്ഞാൽ ദുനിയാവിലെ ഏത് കലക്കവും, ഏത് ചെളിയും, ഏത് പ്രതിസന്ധിയും, എന്ത് പ്രയാസവും നമ്മുടെ മുമ്പിൽ നിസ്സാരമാണ്. ഇങ്ങനത്തെ ഒറ്റമൂലി മുസ്ലിമിന്റെ കയ്യിലുണ്ടായിട്ട് എന്തേ നമ്മളത് ഉപയോഗിക്കാതിരുന്നത്? യാ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
യാ റസൂലല്ലാഹി യാ മൻ ദിക്റുഹു ഫീ നഹാരിൽ ഹശ്രി സംസം വമഖാമാ. പുണ്യ നബി തങ്ങളുടെ ഹളറത്തിൽ വന്ന നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ, ഞാൻ ദൂരെയായിരുന്നപ്പോൾ, അങ്ങയുടെ അരികത്ത് വരാൻ കഴിയാതിരുന്നപ്പോ, ഹബീബിന്റെ റൗളയിലേക്ക് എന്റെ ആത്മാവിനെ, റൂഹിനെ ഞാൻ അയച്ചിരുന്നു. തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി, എനിക്കൊരു വിസയോ എനിക്കൊരു പാസ്പോർട്ടോ ഒരു ടിക്കറ്റോ എടുക്കാൻ കഴിയാത്ത ഒരു സമയം നബിയെ, അങ്ങയുടെ റൗളയിലേക്ക് ഒരുപാട് തവണ മാണിക്കോത്ത് നിന്ന് എന്റെ ഹൃദയം അങ്ങയുടെ ആ പരിശുദ്ധമായ റൗളയുടെ അരികത്തേക്ക് വന്ന് സലാം പറഞ്ഞു പോകാറുണ്ട് നബിയെ. ഇത് പറയാൻ നമ്മൾ കൊണ്ട് കഴിയുന്നുണ്ടോ? ശരീരം കൊണ്ട് ഒരാൾ റൗളയിലെത്തി, ഉദാഹരണം പറയാം, മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. മൂപ്പർക്ക് തോന്നിയത് ഞാനിപ്പോ ന്യൂയോർക്കിലാണ്, ക്ലോക്ക് ടവറും അതൊക്കെ മക്കയിലൊക്കെ എത്തിയപ്പോൾ ഞാനിപ്പോ എവിടെയോ ആണ്. മൂപ്പര് പിന്നെ ആലോചിച്ചത് അവിടുത്തെ വലിയ ബിസി സ്ട്രീറ്റുകളെ കുറിച്ച്, അല്ല ആംസ്റ്റർഡാമായിട്ട് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ സിറ്റികളാണ്, വെസ്റ്റേൺ സിറ്റികളാണ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ നഗരങ്ങളാണ്. വല്ല കാര്യമുണ്ടോ അവിടെ പോയിട്ട്? ഒരു കാര്യമില്ല, ജസദേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഇരിക്കാൻ. ഇപ്പോ മഹാനായ സയ്യിദ് കുമ്പോൽ തങ്ങൾ, കുഞ്ഞുകോയ തങ്ങള്, കുമ്പോലിലെ പള്ളി ഇപ്പൊ പണി കഴിഞ്ഞുല്ലേ, ഒരു ചെറിയൊരു മിനി മദീനയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. മഹാനായ തങ്ങള് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മദീനയിലേക്ക് ഒരു ആത്മാവിന്റെ, ഒരു സ്നേഹത്തിന്റെ പാലം അവിടെ നിന്ന് പണിയണം. തങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണത്. അത് സാധ്യമായ പോലെ എന്തോ ഒരു മദീനയുടെ ഒരു ഫീൽ നമുക്ക് ഇങ്ങനെ കാണുകയാണ്. ഒന്ന് സാദാത്യങ്ങളാണ് അവിടെ ഉള്ളത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ അതിന് സമാനമായ ചില ആർക്കിടെക്റ്റുകൾ, അതിന്റെ കുബ്ബയും ഗുംബദെ ഖസ്റ, ആ ഒരു ഗ്രീൻ ഡോം, അതൊക്കെ എന്തൊരു മനോഹരമാണ്. അതിന്റെ വാതിലുകളും ആ പള്ളി കാണുമ്പോഴേക്കും എവിടെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, മദീനയിലേക്ക് എത്തണം എന്നൊരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ വരുന്ന പോലെ അവിടെ ഇരുന്ന് നമുക്ക് ഹബീബിന്റെ റൗളയിലേക്ക് ഫിസിക്കലി നമുക്ക് എത്താൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, മനസ്സുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോകാം, ഇവിടെ നിന്ന് പോകാം, പോയിക്കൂടെ? അതിന് കൂലി കിട്ടൂലേ? കൂലി കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ മദീനയിലാണ്, അവിടെ ചെന്നപ്പോ ഒരുപാട് നാട്ടുകാർ, ഒരുപാട് രാജ്യക്കാര്, പല വേഷത്തിലുള്ള ആളുകൾ, ആണുങ്ങള്, പെണ്ണുങ്ങള്, കുട്ടികള് ഇങ്ങനെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളും വായും പൊളിച്ച് ഇങ്ങനെ നടന്നു. അവിടെ നേരം വെളുത്തുന്നു, വൈകുന്നേരമാവുന്നു. നിസ്കാരം ഇവിടെ നിന്നൊക്കെ കുത്തിമറിഞ്ഞ് നിസ്കരിക്കുന്നു, പോരുന്നു. ഹറമില നിസ്കാരം ആ ഹറമിൽ തന്നെ എന്നാണോ? അല്ല. എന്നാ അതിന്റെ പുണ്യം കിട്ടിയോ? ഇല്ല. എന്നാൽ ആ മസ്ജിദുൻ നബവിയിലെ ഹുളൂറും അവിടുത്തെ ഹബീബിന്റെ സാന്നിധ്യവും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞോ? അതൊന്നും അനുഭവിച്ചിട്ടില്ല. അവിടെയും ഫോട്ടോ മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരു കാര്യമില്ല. നിങ്ങളൊരു പക്ഷെ സൂഉൽ അദബുമായിട്ടായിരിക്കും തിരിച്ചു പോരാ. കാര്യമുണ്ട് എപ്പെന്നറിയോ? നിങ്ങൾ ശരീരം കൊണ്ട് അവിടെയാണ്, മനസ്സുകൊണ്ടും അവിടെ തന്നെയാണ്. ഖൽബ് കൊണ്ടും ജസദ് കൊണ്ടും നിങ്ങൾ ഉണ്ടെങ്കിൽ ആ സാന്നിധ്യത്തിന് വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് സാധ്യമല്ല, ആത്മാവ് കൊണ്ട് സാധ്യമാണല്ലോ. അതുകൊണ്ടാണ് മദീന ഹംനെ ദേഖാ ഹേ മഗർ നാദീദ നാദീദ ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ. എത്രയോ തവണ ചൊല്ലുന്ന കവിതയാണ് അല്ലാമ ഇഖ്ബാലിന്റെ വളരെ ഹാർട്ട് ടച്ചിങ് ലൈൻസ്. എന്തൊരു മനോഹരമാണ്. ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസ്വീറത്തോ സലാമത്ത് ഹേ മദീന ഹംനെ ദേഖാ ഹേ മഗർ നാദീദ നാദീദ. मदीना जाके हम समझे तक़द्दुस किसको कहते हैं, हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്തേ, മനസ്സിന്റെ കാഴ്ച ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. ബസ്വാറത്ത് ഖോ ഗയി. ബസ്വാറത്ത് കണ്ണിന്റെ കാഴ്ച, ബസ്വീറത്ത് ഹൃദയത്തിന്റെ കാഴ്ച. തോ സലാമത്ത് ഹേ, ഹൃദയത്തിന്റെ കാഴ്ച ഇപ്പോഴും മങ്ങിയിട്ടില്ല. അന്ധനായ ഒരു മനുഷ്യനും ഹബീബിന്റെ റൗള കാണാം, കണ്ണ് കാണാത്ത ഒരു മനുഷ്യനും ഹബീബിന്റെ റൗള കാണാം. എങ്ങനെ? ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട്. എൻ്റെ ഒരു ഉസ്താദുണ്ട്, CH ഹൈദ്രോസ് മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകൻ CH ത്വയ്യിഫ് ഫൈസി ഉസ്താദ്, കൊട്ടക്കലാണ്, മലപ്പുറം. അപ്പൊ ഉസ്താദിന്റെ നാട്ടിലൊരു കണ്ണ് കാണാത്തൊരു ചെറുപ്പക്കാരനുണ്ട്. അയാളൊരു വീട് വേണം, അത് പള്ളിയുടെ അടുത്ത് തന്നെ വേണമെന്ന് പറഞ്ഞ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ചു വീടും അയാൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട്. രണ്ട് കണ്ണും കാണൂല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്
സന്തോഷത്തിന് അയാളുടെ വീട്ടിൽ കയറി. ഒരു കൊച്ചു വീട്, വളരെ പരിമിതമായ സൗകര്യങ്ങളെ ഇവിടെ ഉള്ളൂ. പക്ഷെ ആ വീട്ടുകാരന്റെ ഹൃദയം വലിയൊരു കൊട്ടാരത്തെക്കാളും വിശാലമാണ്. ഒരു ചെറുപ്പക്കാരനാണ്. ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജിനും ഉംറക്കും ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലേറ്റവും വലിയൊരു അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പക്കാരനെ കൈപിടിച്ച് ഞാൻ ഹറമിന്റെ പള്ളിന്റെ ഉള്ളിലൂടെ കഅബയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. വേറെ ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്. കണ്ണുകൊണ്ട് ഒന്നും കാണാൻ കഴിയാത്ത അടഞ്ഞു കിടക്കുന്ന കണ്ണുകളാണ്. ഉസ്താദ് പറഞ്ഞു, ഞാൻ അവന്റെ കൈ പിടിച്ചിട്ട് മതാഫിലേക്ക് എത്താനായപ്പോ പറഞ്ഞു, ദാ മുമ്പിൽ കഅബയാണ് നിൽക്കുന്നത് കേട്ടോ എന്ന്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഇവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. അതെനിക്ക് മറക്കാൻ പറ്റണില്ല. രണ്ട് കണ്ണും കാണാൻ കഴിയാത്ത ഒരാൾ, പക്ഷേ ഹൃദയത്തിന്റെ വെളിച്ചം കൊണ്ട് അയാൾ കണ്ടു, കഅബയെ കണ്ടു. പൊട്ടിക്കരയാണ്. രണ്ട് കണ്ണുള്ള ഒരാൾ ഒരു പക്ഷെ അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല. കരയുമായിരിക്കട്ടോ. നിനക്ക് ആൾക്കാർ ബോധം കെട്ടി വീഴുന്നവരൊക്കെ ഉണ്ട് ആ ഒരു അത്ഭുതകരമായ രംഗം കാണുമ്പോ. പക്ഷേ കണ്ണിന്റെ കാഴ്ചയല്ല പ്രശ്നം. ഹൃദയത്തിനു കൂടെ കാഴ്ചയുണ്ടെങ്കിലേ ആ കണ്ണിന്റെ കാഴ്ചക്ക് അർത്ഥമുള്ളൂ. ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഹജ്ജ് ഉംറകളുടെ അനുഭവങ്ങളിലെ വലിയൊരു അനുഭവം ത്വയ്യിഫയിൽ ഉസ്താദ് പറയാ, ഇവൻ അന്ന് ആ കരഞ്ഞ കരച്ചിൽ എനിക്ക് ഇപ്പോഴും മറക്കണില്ല. വല്ലാത്തൊരു പൊട്ടിക്കരച്ച്. കഅബ കണ്ട സന്തോഷത്തിലാണ്. ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ഖൽബിന്റെ കാഴ്ച അത് നഷ്ടപ്പെടാതിരുന്നാൽ മതി. ഇവിടെ നടക്കുന്നതൊക്കെ പ്രത്യക്ഷമായ പലതുമാണ്. ഇതിന്റെയൊക്കെ ഒരു ആന്തരിക വശമുണ്ട്. ഇത് കാണാൻ കഴിയുന്ന ഒരു കണ്ണ് വേണം. അവിടെയാണ് മുഅ്മിൻ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. മദീന ഹംനെ ദേഖാ ഹേ, ഞാനും മദീന കണ്ടു. ഇഖ്ബാൽ മദീനത്തേക്ക് എത്തിയിട്ടില്ല എന്നതാണ്, അദ്ദേഹത്തിന് എത്താൻ പറ്റിയിരുന്നില്ല. മഗർ നാദീദ നാദീദ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ല. അദ്ദേഹം പറയാം, നാദീദ നാദീദ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ല, എന്റെ ഹൃദയം കൊണ്ട് കണ്ടു. മദീന ജാകെ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹത്തെ ഹൈ. എന്താണ് പരിപാവനത്വം, എന്താണ് മനോഹാരിത, എന്താണ് ആത്മാവിന്റെ വിശുദ്ധി, ആത്മാവിന്റെ തെളിനീരിന്റെ മധുരം എത്രയാണെന്ന് എനിക്കവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം സിയാൽകോട്ടിലാണ്, മദീനത്തേക്ക് എത്തിയിട്ടില്ല. പക്ഷേ മദീനയെ ഖൽബ് കൊണ്ട് അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ, അവിടുത്തെ കാറ്റ് എന്തോ ഒരു ശുദ്ധമാണ്. നല്ല കാറ്റ് എന്ന് മാത്രമല്ല അതിനർത്ഥം. അവിടെ വരുന്ന വിശ്വാസികളുടെ ഹൃദയ വിശുദ്ധിയാണ് പറയുന്നത്. അവിടുത്തെ കാറ്റിനെന്തോ ഒരു വിശുദ്ധിയാണ്. ഫിസാ സഞ്ജീദ സഞ്ജീദ, അവിടുത്തെ അന്തരീക്ഷം എന്തോ ഒരു ശാന്തമാണ്, ശാന്തമാണ്. മദീന ശാന്താണല്ലോ. മക്കയിൽ വീണ്ടും നമുക്കൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ തോന്നും. പക്ഷെ മദീന വളരെ ശാന്തമാണ്. അത് ഇഖ്ബാൽ സിയാൽകോട്ടിൽ ഇരുന്നു കൊണ്ട് ഹൃദയത്തിന്റെ വെളിച്ചത്തിൽ കണ്ടു എന്ന് തന്റെ കുല്ലിയാത്തിൽ നമുക്ക് കാണാൻ വായിക്കാൻ കഴിയും. ഇതൊരു മനോഹാരിതയാണ്. നമുക്ക് നഷ്ടമാകുന്ന പലതുമുണ്ട് ഖൽബ് കൊണ്ട് കാണാൻ കഴിയാതെ. നമുക്കിനെ ഫോട്ടോ എടുത്ത് പോരും, ഫോട്ടോത്തിൽ പിന്നെ സ്ക്രീനിലേ കാണുന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അബ്ദുല്ലാഹി ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹു എന്നൊരു സ്വഹാബി, അബ്ദുല്ലാഹി ഇബ്നു സർജിസ്, ആ സ്വഹാബിന്റെ പേരതാ, വാപ്പയുടെ പേര് സർജിസ്. അബ്ദുല്ലാഹി ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ മദീനയുടെ ഒരു വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂർണ്ണമായൊരു സലാം. അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി, അല്ലാഹുവിന്റെ സലാമും അവിടുത്തെ റഹ്മത്തും അവിടുത്തെ ബറക്കത്തും അല്ലാഹു അങ്ങേക്ക് നൽകട്ടെ. ഇത് പറഞ്ഞപ്പോ പുണ്യ നബി തങ്ങൾ മറുപടി കൊടുത്തു, വഅലൈക്കസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാവട്ടെ, അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആരായി പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കാണ്. അപ്പൊ ഇദ്ദേഹം ഒന്നുകൂടെ അങ്ങോട്ട് പറഞ്ഞു, ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്. നബിയെ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. നബിക്ക് പുറത്തു കൊടുക്കുക, തങ്ങൾ മഅ്സൂമല്ലേ. അവിടുത്തെ അമ്പിയാക്കന്മാർ എല്ലാവരും മഅ്സൂമികളാണ്, പാപ സുരക്ഷിതരാണ്, അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവില്ല. പിന്നെ എന്തിനാ നബിക്ക് പൊറുക്കൽ തേടുന്നത്? എന്തിനാന്നറിയോ?
അത് പറയുമ്പോ നബി തങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പറയും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ. ആ മറുപടി വരാനാണ് ഈ പറയുന്നത്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണത്. സ്വഹാബിമാർ ഓരോരുത്തരും ഓരോന്നും ഓരോ കേസ് സ്റ്റഡി ചെയ്യണം. സ്വഹാബിമാരുടെ ഒരു പ്രത്യേകത, ഓരോരുത്തരും ഓരോ സ്വഭാവങ്ങളാണ്. ഓരോരുത്തരുടെയും വീക്ഷണങ്ങൾ ഒന്നൊന്നിനെ വ്യത്യസ്തമാണ്, എന്നാൽ മനോഹരമാണ്. അതുകൊണ്ടാണ് അവരൊരു ബൊക്കെ പോലെയാണെന്ന് പറയാൻ കാരണം. ഒരു ബൊക്കെ വിവിധങ്ങളായ പൂക്കളുടെ ഒരു സമാഹാരമാണ്. അതാണ് സ്വഹാബത്ത്. അമ്പിയാക്കന്മാർ ബൊക്കെയാണെങ്കിൽ ആ എല്ലാ പൂക്കളും ഒരുമിച്ച് അമ്പിയാക്കന്മാർ ഇതുപോലെ ഓരോരോ പുഷ്പങ്ങളാണെങ്കിൽ ഹബീബായ നബി തങ്ങൾ ബൊക്കെ ആണ് എന്നൊക്കെ ആലങ്കാരികമായി ചിലരൊക്കെ വിശദീകരിക്കാറുണ്ട്, തങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, നബിയെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ വലക ഗഫറല്ലാഹ്, അല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു സർജിസേ നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. ولو أنهم إذ ظلموا أنفسهم جاءوك واستغفروا الله واستغفر لهم الرسول فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. നബിയെ, അവരെങ്ങാനും അവർക്ക് പറ്റിപ്പോയ തെറ്റുകൾ അങ്ങയുടെ മുമ്പിൽ ശിഖവ പറയാൻ വന്നാൽ, അങ്ങയോട് പരാതി പറയാൻ വന്നാൽ, ആ പരാതിയെ തുടർന്ന് അങ്ങ് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് സുനിശ്ചിതമാണ്. ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. ആ വാക്കിൽ എന്താ പ്രശ്നം? എന്താ അതിൽ പറയുന്ന വാക്ക്? എന്താ എന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു മനോഹരമാണ്. നബിയേ, ഇർതകബ്തു അലൽ ഖത്താ, തെറ്റുകൾ ഒരുപാട് നബിയേ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. ഗൈറ ഹസുരിൻ വഅദാദ്, അതെവിടെയും ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം എനിക്ക് പാപങ്ങളുണ്ട് നബിയേ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങ് പുറത്തരണം എന്നല്ല അവിടെ നബിയോട് പറയുന്നത്. ഇത് പരാതിയാണ്, ഇതൊരു ശിക്വയാണ്. لك أشكو فيه يا سيدي خير النبي, ആ വിഷയങ്ങളിലെല്ലാം ലക അഷ്കൂ मैं आपसे शिकायत करता हूं. ഇതല്ലേ ഇവിടെ പറയുന്നത്. ഞാൻ അങ്ങയോട് എന്റെ വേവലാതി പറയാൻ നബിയെ, എന്റെ കാര്യം വളരെ വിഷമത്തിലാണ്. അങ്ങയുടെ ശഫാഅത്ത് എനിക്ക് വേണം, അങ്ങയുടെ ഇസ്തിഗ്ഫാർ എനിക്ക് വേണം. ആ ഒരു ശിക്കായത്ത് ഒരു മുഅ്മിനെ ബോധിപ്പിക്കുകയാണ്. ഇതിനൊന്നും ഭയങ്കര കൊത്താമ്പിയാക്കിയിട്ട് ആ മൗലൂദ് തന്നെ വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിൽ ഇത്രയേ ഉള്ളൂ വിഷയം. വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. അത് ജീവിതകാലത്ത് മാത്രമാണ് എന്നതിനെ ഹസ്ർ ചെയ്ത് പറഞ്ഞവരുണ്ട്. അല്ല, എപ്പോഴും പുണ്യനബി അവിടത്തേക്ക് ചൊല്ലുന്ന സ്വലാത്തുകൾക്ക് ഇസ്തിജാബത്ത് ചെയ്യുന്ന നബിയാണ്. അവിടുന്ന് ഹയ്യുൻ ഫീ ഖബ്രിഹി ഇലാ യൗമിൽ ഖിയാമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദാദ് لك أشكو فيه يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي. നബിയേ, നാളെ അങ്ങയുടെ ശഫാഅത്ത് എനിക്ക് വേണം കേട്ടോ. തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ, സ്വലാത്ത് ഉണ്ടാവട്ടെ എന്ന് ഹബീബിനോട് നേരിട്ട് സലാം പറഞ്ഞാലല്ലാതെ നിസ്കാരം ശരിയാവില്ല എന്നാണ് നിസ്കാരത്തിന്റെ പ്രത്യേകത. ബക്കറ്റ് ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂലിയിട്ടാണ്. നേരത്തെ പറഞ്ഞ മാതിരി മാണിക്കോത്തെ
കുട്ടികൾ ഇവിടുത്തെ ചെറുപ്പക്കാർ വിചാരിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ ഇവിടെ. പിന്നെ നിങ്ങൾക്കൊരു കൂലി കിട്ടേണ്ട ഈ പരിപാടിക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത്, അതിനാണ് ഈ ബക്കറ്റ് വരുന്നത്. അങ്ങനെ പറയല്ലേ ഷംസും? അപ്പോ ഇൻഷാ അല്ലാഹ് കാര്യമായിട്ടൊന്ന് സഹായം ഇട്ട് കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. ഇവിടെ ബക്കറ്റൊക്കെ കുട്ടികൾ പോയോ? അവർ രണ്ടും കൂടെ വന്നോട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് കാര്യമായിട്ടൊരു സഹായം ചെയ്തു കൊടുക്കണം. അള്ളാഹു നമ്മുടെ ഖിദ്മത്തൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? എന്നാൽ ആ പോക്കറ്റിൽ നിന്ന് പേഴ്സൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا. ഈ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണതിന് ഭയങ്കര കൂലിയായിരിക്കും. ഇവിടെ പേരെഴുതി വായിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇട്ടെടുത്ത് നിങ്ങൾക്കും പഠിച്ചവനും മാത്രമേ അറിയുള്ളൂ അല്ലേ? അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് അതിന്. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഇവിടെ നമുക്കൊരു സ്ത്രീകൾക്ക് യാത്രക്കാരികളായ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു നിസ്കാര റൂം ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ കൂടെ തന്നെ മണിക്കൊത്തുള്ള നമ്മുടെ ഒരു പ്രിയങ്കരനായ ഒരു വ്യക്തിത്വം. പേര് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണില്ല. അൽഹംദുലില്ലാഹ്, അങ്ങനെയാണല്ലോ പറയേണ്ടത്. മറ്റേത് പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞ ആൾക്കാരപ്പത്തെ കാലം. മൂപ്പരിനോട് പറഞ്ഞ് എൻ്റെ പേര് പറയരുത് കേട്ടോ, അതുകൊണ്ട് അമാനത്താണ്, അതുകൊണ്ട് പറയില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ നിയ്യത്ത് സ്വീകരിക്കട്ടെ. ആ സ്വതക്ക അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്കും നാളെ അവർക്കും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ അള്ളാഹു ഒരു തുണയായി നിധിയായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അതൊരു ജാരിയായ സ്വതക്കയാണ് എന്ന് പറഞ്ഞാൽ ആളറിയാതെ കൊടുക്കുന്നത്. ആരാണ് എത്രയാണെന്ന് അറിയില്ല. അതാണ് ഈ ബക്കറ്റ് കൂടെ പോണത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യമായിട്ട് കൊടുത്തോളി. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിൽക്കുന്ന ആളുകൾ നിൽക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിന്നോളി, അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്കൊക്കെ ചില കസേരകളൊക്കെ ഒഴിവ് കാണുന്നുണ്ട്, ഒന്നിട്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. വന്ന് ഇരുന്നെന്ന് വിചാരിച്ച് നിങ്ങളെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ക്വിസ് മത്സരമൊന്നും ഇല്ല കേട്ടോ, ഒന്നുമില്ലേ? നരകത്തിലെ ഭാഷ ഏതാണെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഇവിടെ. അപ്പോ അങ്ങനെ ഒന്നൊരു പരിപാടി, അത് ചോദ്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്ത് ചെയ്യുക, നിങ്ങള് വന്നിരുന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ചോദ്യോത്തരങ്ങളൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട. بسم الله الرحمن الرحيم وما ظلمونا ولكن كانوا أنفسهم يظلمون. നമ്മൾ നിസ്കരിക്കാതിരുന്നാൽ, സുബഹിയാവട്ടെ ഏത് നിസ്കാരമാവട്ടെ, നമ്മൾ അനാവശ്യമായിട്ട് അത് ഖലാ ആക്കിയാൽ നമ്മൾ നമ്മളോടാണ് തെറ്റ് ചെയ്യുന്നത്. അത്രമാത്രം വിചാരിച്ചാൽ മതി. നിസ്കാരം നിസ്കരിക്കുന്നില്ല, സുബഹിയില്ല, ദുഹറില്ല, അസ്റില്ല, മഗ്രിബില്ല, ഇശാഇല്ല, ഒന്നുമില്ല. നിസ്കാരം എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം ഈ നിസ്കാരമാണ്. അതില്ലാതെ പോയാൽ നമ്മളും അവരും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം എന്ന് പുണ്യനബി ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിത് ചെയ്യാതിരുന്നാൽ, അത് ഖലാ ആക്കിയാൽ, ഉറങ്ങിക്കൊണ്ടിരിക്കുക, എണീക്കണില്ല, തളർന്നു പോയി, അതല്ല വിഷയം. കഴിയും, എണീക്കണില്ല, മടിയാണ്. ഡിസംബർ ഒക്കെ തണുപ്പല്ലേ. നമ്മൾ നമ്മളോടാണ്. വമാ ളലമൂന, അവർ എന്നെ അല്ല ആക്രമിച്ചത്, വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവരോടാണ് ഈ ദുൽമ. അവരുടെ ശരീരമല്ലേ വിചാരണക്ക് നിർത്തപ്പെടുക, അവരല്ലേ ഉത്തരം പറയേണ്ടത്. ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നതിന്റെ അതിന്റെ അക്കൗണ്ടബിലിറ്റി അത് അവർക്കാണ്, എനിക്കല്ല. വമാ ളലമൂന, they didn't wrong me, rather they wronged to themselves. ഇതാണ് ഖുർആനിന്റെ ഭാഷ്യം. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന അപരാധമാണ്. അതുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു പ്രാർത്ഥന കിട്ടാൻ ചെയ്ത പണിയാണ് ആദ്യ നബിയോട് സലാം. അത് പറഞ്ഞിട്ട് ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, നബി അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറയുമ്പോൾ വലക ഗഫറല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു സർജിസേ അല്ലാഹു നിങ്ങൾക്കും പുറത്തു തരട്ടെ. ഇത് പറഞ്ഞപ്പോ സ്വഹാബിമാര് പറഞ്ഞു, ഹനീ അല്ലക ഇബ്ന ജർജിസ്, ഇബ്നു സർജിസ്, സർജിസിന്റെ മകനെ അബ്ദുല്ലാഹി ഇബ്നു സർജിസേ, ഹനീ അല്ലക, കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ, നീ എന്തൊരു വലിയ അത്ഭുതമാണ് നിനക്ക് കിട്ടിയത്. ഇസ്തഗ്ഫറ ലക റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേരൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ പറയാൻ നിൽക്കണ്ട, ഓട്ടോമാറ്റിക് ചൊല്ലിക്കോളി, ഇല്ലെങ്കിൽ
അവർക്ക് അവരുടെ മുഖം മൂക്ക് മണ്ണിൽ തട്ടി ഉരസട്ടെ, പരാജയപ്പെടട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാം ദുആയിരുന്നത്. നബിയെ നിങ്ങൾ ആമീൻ പറഞ്ഞോളി എന്ന് പറഞ്ഞു. മിമ്പറിൽ മദീനത്തെ പള്ളിയിൽ നബി ആമീൻ പറഞ്ഞു. അതും റമളാനിൽ. ഒന്നും പറയാനില്ല. എന്താ അങ്ങനെയൊക്കെ നിർബന്ധിക്കാൻ കാരണം എന്നറിയോ? ആ സ്വലാത്താണ് നമ്മളെയും ഹബീബിനെയും ലിങ്ക് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ആ കണക്ഷൻ പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കണിശമായ നിയമങ്ങൾ. അമ്മ പറയില്ലേ മഗ്‌രിബാകുമ്പോ വീട്ടിൽ വരണട്ടോ, കുട്ടിയോട് പറയില്ലേ കളിക്കാൻ പോയാലേ, എവിടെ പോകണമെങ്കിലും മഗ്‌രിബിന് മുമ്പ് എന്ത് ചെയ്യണം? കയ്യും കാലും കഴുകി വീട്ടിലേക്ക് എത്തണം. അല്ലെങ്കിൽ 6 മണിക്ക് 7 മണിക്ക് 5 മണിക്ക്. എന്തിനാ നിർബന്ധം പറയണത്? എന്റെ കുട്ടി ആരും തട്ടിക്കൊണ്ടുപോകാതിരിക്കാനാ, അല്ലേ? സ്വലാത്ത് നിങ്ങൾ ചൊല്ലാതിരുന്നാൽ പിശാച് നിങ്ങളെ തട്ടിക്കൊണ്ടുപോകും. അതിന് നിർബന്ധമാക്കി. എന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നവൻ ബഖീലാണെന്ന് വരെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ പിഷ്കനാന്ന് പറഞ്ഞാൽ അതിലും വലിയ മോശത്തരണ്ടോ? അങ്ങനെയാണ് നബി തങ്ങൾ വിശദീകരിച്ചത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കട്ടെ. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. സർജിസിന്റെ മോനെ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിച്ചുവല്ലോ. ഇസ്തഗ്ഫറ ലക റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വഹാബിമാരെ ആശ്വസിപ്പിക്കുകയാണ്. സ്വഹാബിമാരെ, നിങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ആശ്വാസകരമായ പ്രാർത്ഥന നിങ്ങൾക്കും ലഭിക്കുന്നുണ്ട്, എനിക്ക് മാത്രമല്ല. എവിടെ? അല്ലാഹുവല്ലേ നബി തങ്ങളോട് മുഅ്മിനീങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? അങ്ങനെയുണ്ടോ? അതെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് സൂറത്ത് മുഹമ്മദിലാ, തങ്ങളുടെ പേരിലുള്ള സൂറയിലാണ്. തങ്ങളെ മുഅ്മിനീങ്ങൾക്കൊക്കെ തോരക്കണം കേട്ടോ. അതിൽ മണിക്കൂത്തുകാരും ചിത്താരിക്കാരും കാഞ്ഞങ്ങാട്ടാരും കാസർഗോട്ടുകാരും കേരളക്കാരും ഇന്ത്യക്കാരും ഭൂലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സർവരും അതിൽ പെട്ടിരിക്കുകയാണ്. അതിനെന്താണ് നേരത്തെ പറഞ്ഞ മുഅ്മിൻ കാറ്റഗറിക്ക് ആ ക്യാബിനിക്ക് കയറിയിരിക്കണം. ജനറലപ്പോ ഓടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. സൂറത്ത് മുഹമ്മദിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകളൊക്കെ അവസാനിക്കുന്ന പ്രത്യേക ശൈലിയിലാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആയത്ത് പൂർത്തിയായിട്ടില്ലേ എന്നൊക്കെ തോന്നിപ്പോകും, പക്ഷെ പൂർത്തിയായിട്ടുണ്ട്. മുതഖല്ലബകും വമത്വാകും. പിന്നെ അവിടെ ഇന്നല്ലാഹ കാന റഹീമ അങ്ങനെയൊന്നും കാണൂല. വളരെ മനോഹരമാണ്. അതിന്റെ ചില ഇജാസുകൾ തന്നെ ഉണ്ട്. ഫഅലം, അറിയണം നബിയെ, നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഈ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ ചൊല്ലിക്കോളി നമ്മൾ വിചാരിക്കല്ലേ? അത് ചെല്ലാനുള്ള ഒരു സ്റ്റാർട്ട് ബട്ടൺ എന്നാ വിചാരിച്ചത്. ആണ്, പക്ഷെ ആ വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? ഇത് ഖുർആനാണ്. ഫഅലം അന്നഹു, അറിയണം അല്ലാഹു ആണ് ആരാധനക്കർഹനായവൻ, പടച്ചുതമ്പുരാനായ അല്ലാഹു മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിവ് വേണം. അത് നിങ്ങൾ പഠിക്കണം. വെറുതെ ഇങ്ങനെ ചൊല്ലി നടന്നാ പോരാന്നർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു തന്നെയാണ് ആരാധനക്കർഹൻ. നമുക്ക് ആരായാലും കുഴപ്പമില്ല, നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, അങ്ങനെയൊന്നും പോരാ. അല്ലാഹു ഉണ്ട് എന്ന് വിചാരിക്കലല്ലോ തൗഹീദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹിന്റെ സിഫത്തുകൾ മനസ്സിലാക്കണ്ടേ? അല്ലാഹു ആരാണ്? പടച്ചതമ്പുരാൻ അല്ലെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഒരു അഡ്രസ് പറഞ്ഞേരി. ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത്? ആരാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്? ഈ പള്ളി ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ് ഭൂമിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. സിമെന്റ് പാറയിൽ നിന്ന് വന്നതാണ്. ടൈല് പാറപ്പൊടിയാണ്, അല്ലെങ്കിൽ ക്ലേ ആണ്. ഇതൊക്കെ ഇവിടുന്ന് ഭൂമി നല്ല ഉണ്ടാക്കിയതല്ലേ? ഇവിടൊക്കെ ആര് കൊണ്ടുവന്നു? ആര് ഭൂമിയെ നിർമ്മിച്ചു? ഉത്തരണ്ടോ? ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ? ഞങ്ങൾക്ക് അറിയില്ല എന്നാ പറയാ. അവസാനം ഭയങ്കര വിനയാന്വിതരാണ്. എന്നാ പഠിച്ചോല്ല എന്നാ വിനയൊപ്പം പറയാ. അറിയില്ല എന്ന് പറയും. ഒരാൾ വേണ്ടേ ഉണ്ടാക്കിയ ഒരാൾ? ഒരു വസ്തു ഒരു സ്രഷ്ടാവില്ലാതെ എങ്ങനെ ഉണ്ടാ? ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന വിഷയമല്ലേ ഇത്? ഖുർആന്റെ ചോദ്യത. അഫില്ലാഹി ശക്കുൻ, പടച്ചോനില്ല നിങ്ങൾ പറയത് എന്ത് മണ്ടത്തരമാണ്. അത് ഒന്ന് വേണോ രണ്ടെണ്ണം വേണോ? അങ്ങനെ മക്കക്കാർക്ക് ബഹുദൈവാരാധന ഉണ്ടായിരുന്നു, അതല്ല വിഷയം. പടച്ചോൻ തന്നെ ഇല്ല നിങ്ങൾ പറയേ. അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ, ഇതൊക്കെ പിന്നെ ആരുണ്ടാക്കിയതാ? അള്ളാന്റെ ചോദ്യം അതാ. ഒരു സാധനത്തിന് ഉണ്ടാക്കിയ ആള് വേണല്ലോ. ആ പടച്ചതമ്പുരാൻ അള്ളാഹു ആണെന്ന് സർവ്വ അമ്പിയാക്കളുടെയും ജിഹ്വയിലൂടെ, വിശുദ്ധ കലാമുകളിലൂടെ, ബൈബിളിലും ഓൾഡ് ടെസ്റ്റമെന്റിലും സാംസ് ഓഫ് ഡേവിഡിലും വിശുദ്ധ ഖുർആനിലും പരാമർശിച്ചു കൊണ്ടിരിക്കുക. ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ.
ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം അല്ലാഹു ഏകനാണ്. അതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് സയൻസ് പഠിക്കണം, അതിന് ഭൗതിക ജ്ഞാനങ്ങൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച ശരിയാന്ന് വെറുതെ മൗഢ്യമായി വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഒരാൾക്ക് അഭിമാനത്തോടെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റൂല. ഇസ്ലാം അങ്ങനെയല്ല. ആര് എന്ത് ചാലഞ്ച് ചെയ്താലും അതിന് വായടപ്പൻ മറുപടി, ലോജിക്കൽ ആൻഡ് റാഷണൽ ആൻസേഴ്സ് മുസ്ലിമിന് കൊടുക്കാനുണ്ട്. അത് വെറുതെ അന്ധവിശ്വാസമല്ല ഇസ്ലാം. അത് ശരിക്കും മനസ്സിലായി. അതിനാണ് ഫഅലം, നിങ്ങൾ പഠിക്കണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഒരുവനാണ്, ഒരേ ഒരുത്തനാണ്. there is no deity, nothing worthy of worship except him. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഒരേ ഒരുത്തൻ? എന്തുകൊണ്ട് there is no multiple gods? why he is a self eternal? എന്തുകൊണ്ട് അല്ലാഹു? നിങ്ങൾ പഠിക്കണം മുസ്ലിമേ. ഞാൻ മുസ്ലിമായി ജനിച്ചത് മാത്രം പറഞ്ഞ് കൈ കെട്ടിയിരുന്നാ പോരാ. നിങ്ങൾക്കറിയണം അല്ലാഹുവിന്റെ ദലാലത്തുകളെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്ന വാക്കെന്താണ്? വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീൻ. നബിയേ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. എന്തിന്? നബി തങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനല്ല. അവിടത്തേക്ക് മഅ്സൂമാൻ ബിഇജ്മാഇൽ ഉമ്മ. പുണ്യനബിതങ്ങളും എല്ലാ അമ്പിയാക്കന്മാരും സർവ്വ പ്രവാചകന്മാരും മഅ്സൂമീങ്ങളാണ്. അവരാരും തെറ്റ് ചെയ്യൂല. പക്ഷേ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തെറ്റുകളില്ലാത്ത ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ പുണ്യനബിതങ്ങൾ 70 തവണ 100 തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു സ്ഥാനമാനങ്ങൾ കൂട്ടിക്കൂട്ടി കൊടുത്തിരിക്കും. സ്ഥാനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. തെറ്റുപോകല്ല, തെറ്റില്ലല്ലോ പോകാൻ. സ്ഥാനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. നബി അങ്ങ് ഇസ്തിഗ്ഫാർ ചെയ്യണം അങ്ങേക്ക് വേണ്ടി. പിന്നെ ആർക്ക്? വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനീങ്ങളായ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നബിയെ അങ്ങ് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമേ. അതുകൊണ്ട് നബി തങ്ങൾ ഉമ്മത്തികൾക്ക് മുഴുവൻ പാപമോചനം ചോദിച്ചിട്ടുണ്ട്. അത് ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിലും ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ വ്രതം സൂചിപ്പിക്കാം, ഓർമ്മ തട്ടിയെടുക്കാൻ. ആയിഷ ബീവി നബി തങ്ങളോട് തങ്ങളുടെ സന്തോഷം പറഞ്ഞപ്പോ, നബിയെ ലീ ഇലൈക ഹാജ, ഒരു കാര്യം പറഞ്ഞോട്ടെ നബി. പറയുന്ന ആയിഷ ബീവി, ഒരു കാര്യം പറയട്ടെ നബി. പറയൂ ആയിഷ ബീവി, ഒന്ന് പറഞ്ഞോട്ടെ നബി. പറയുമോളെ ആയിഷ, പറയൂ, എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി പുറത്തു തരൂ, പൊറുക്കലിനെ ചോദിക്കൂ നബി അള്ളാഹുവിനോട്. അള്ളാഹിനോട് അങ്ങ് പറയും എന്റെ ഭാര്യ ആയിഷക്ക് പുറത്തു കുടിക്കുന്നു, അങ്ങ് ദ്വാരക്കിൻ എന്ന് നബി തങ്ങളുടെ സന്തോഷമുള്ള ഒരു നേരത്തെ ബീവി ചോദിച്ചു. നമ്മൾ പല വാളുകളിലും അത് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല. അപ്പൊ ആയിഷ ബീവി സന്തോഷിച്ചില്ലേ? അപ്പൊ നബി ചോദിച്ചു, അസുരീർത്തി സന്തോഷായോ? എങ്ങനെ സന്തോഷിക്കാണ്ടിരിക്കും? അള്ളാന്റെ റസൂലല്ലേ എനിക്ക് പൊറുക്കലിനെ ചോദിച്ചത്. എന്നാൽ ആയിഷ, ഞാനെന്ന് പറഞ്ഞോട്ടെ, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതെ പോകുന്ന ഒരു രാത്രിയുമില്ല ആയിഷ. ഞാൻ എല്ലാ രാത്രിയിലും ഖിയാമത്ത് നാൾ വരെ എന്നെ വിശ്വസിക്കാൻ പോകുന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യുന്നുവെന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഹബീബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹബീബായ നബി തങ്ങൾ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ ഒരു ചരിത്രമുണ്ട്, സംഭവമുണ്ട്. ഒരു മനുഷ്യൻ പുണ്യ നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ പള്ളിയിൽ വന്ന് ഉരുളുകയാണ്. അന്ന് മണലാണല്ലോ പള്ളിന്റെ ഉള്ളിലൊക്കെ, മണലിൽ കിടന്ന് ഉരുളുകയാണ്. അങ്ങനെ ഉരുണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്, യാ അല്ലാഹ്. ആ ഒരു ഉമ്മത്തിന്റെ പരിശുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ പ്രിയപ്പെട്ട മണിക്കോത്തെ സഹോദര സഹോദരിമാരെ, തെറ്റ് ചെയ്യുന്ന ആളുകൾ വന്ന് ഹബീബിന്റെ മുമ്പിൽ വന്ന് സമ്മതിക്കുകയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് നബിയെ, അള്ളാഹുവിനോട് എനിക്ക് പൊറുക്കലിനെ ചോദിക്കണം. അതിന്റെ ശിക്ഷ എത്രയെന്ന് വെച്ചാൽ എന്നിൽ നടപ്പാക്കിക്കോളൂ. അത് എന്നെ കൊല്ലലാണെങ്കിൽ കൊന്നോളൂ നബി, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേ. ഇങ്ങനെ പറയുന്നൊരു ഉമ്മത്ത് നമ്മളെ കൊണ്ട് പറയാൻ കഴിയോ? അത് നമ്മൾ ആരെങ്കിലും ചെയ്യോ? അതുകൊണ്ടാണ് ആലിമുൽ യമൻ അല്ലാമ ഇബ്നുൽ വസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, സ്വഹാബാക്കളിലെ തെറ്റ് ചെയ്ത ആളുകളാണ് നമ്മളിലെ സ്വാലിഹീങ്ങളെക്കാളും ഖൈറ്, നമ്മളെക്കാളൊക്കെ ഖൈറ് അവരിൽ തെറ്റ് ചെയ്തു പോയ സ്വഹാബിമാര് തന്നെയാണ്. പിന്നുണ്ടോ അല്ലാത്തവരെ സംബന്ധിച്ച് പറയാൻ? സ്വഹാബിമാരെ ശേഷം വന്നവർ എത്ര വലിയ പ്രമാണിമാരാണെങ്കിലും സ്വഹാബിമാരിൽ തെറ്റുപറ്റിയവരോളം പോലും അവരെത്തില്ല എന്നാണ് അല്ലാമ ഇബ്നുൽ വസീർ തങ്ങളുടെ അഭിപ്രായം. എത്ര വലിയ അത്ഭുതമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. മഹാൻ പറയാ, നമ്മൾ ആരെങ്കിലും ഒരു തെറ്റിന് ശിക്ഷ വരിക്കാൻ വേണ്ടി സ്വയം ഏറ്റു പറയോ? ആരെങ്കിലും അത് ചെയ്യോ? ആരെങ്കിലും ചെയ്യാറുണ്ടോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ,
പുന്നാര നബിയേ അസബ്തു ഹദ്ദൻ ഫഖിംഹു അലയ്യ, ഞാനൊരു ഗുരുതരമായ പാപം ചെയ്തു പോയി നബിയേ, അതിന്റെ ശിക്ഷ എന്നിൽ നടപ്പാക്കിക്കോളൂ. ഇതാണ് വിഷയം. ഞാനൊരു ഗുരുതരമായ പാപം ചെയ്തു പോയിട്ടുണ്ട്, അതിന്റെ ശിക്ഷ എന്നിൽ നടപ്പാക്കിക്കോളൂ നബിയേ എന്ന് ഒരാൾ മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്, കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വരുന്ന കുറ്റസമ്മതങ്ങളാണത്. എന്തിന്? അല്ലാഹുവാണ് പറയുന്നത്, ഹബീബിനോട് വന്ന് നിങ്ങൾ പരാതി പറയുകയും ഹബീബിന്റെ അരികത്തേക്ക് വരികയും അവിടെ നിന്ന് പൊറുക്കലിനെ ചോദിക്കുകയും ഹബീബ് നിങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അതാണ് പ്രത്യേകത. അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ യാ റസൂലല്ലാഹ്, നബിയേ ഗുരുതരമായ തെറ്റ് എന്നിൽ സംഭവിച്ചു പോയിട്ടുണ്ട്, അങ്ങ് അതിന്റെ ശിക്ഷ എന്നിൽ നടപ്പാക്കണമേ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അസ്വല്ലൈത മഅനാ, നീ ഞങ്ങളുടെ കൂടെ ജമാഅത്ത് നിസ്കാരത്തിൽ ഉണ്ടായിരുന്നോ? ഖാല നഅം, ഉണ്ടായിരുന്നു നബിയേ. ഇദ്ഹബ് ഫഖദ് ഗഫറല്ലാഹു ലക്, നീ പോയിക്കോ, അല്ലാഹു നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചില്ലേ? സ്വലാത്തുൽ ജമാഅ തഫ്ദുലു അലാ സ്വലാത്തിൽ ഫദ്ദ് ബി 27 ദറജ, 27 ദറജ കൂലിയുള്ള നിസ്കാരം ഇമാമായ ഹബീബിന്റെ പിന്നിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിച്ചില്ലേ? അത് മതി, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നു. ഇതൊരു പക്ഷേ ആ വിഷയം ശിക്ഷ അർഹിക്കാത്തതാണ് എന്ന് നബി തങ്ങൾക്ക് അറിഞ്ഞതിന്റെ പേരിലാവാം, അല്ലെങ്കിൽ ശിക്ഷയുടെ നിയമം നടക്കുന്നതിന്റെ മുമ്പുള്ള സംഭവമാകാം. ഇങ്ങനെയാണ് ഹദീസ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുക. പക്ഷേ തങ്ങൾ ഒറ്റക്കാരെ പറഞ്ഞത്, പൊയ്ക്കോ, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. കഴിഞ്ഞു. ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. എന്നിട്ട് അല്ലാഹു തൊട്ടുടനെ പറയുന്ന ആയത്ത് എന്താണ്? ഫലാ വറബ്ബിക്, അങ്ങയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം നബിയേ. ഒരു കാര്യം തുറന്നു പറയട്ടെ, ലാ യുഅ്മിനൂൻ, അങ്ങയുടെ കൂടെയുള്ള ആളുകൾക്ക് വിശ്വാസികളാണെന്ന് പറഞ്ഞാലും അവരുടെ ഈമാൻ പരിപൂർണമാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് അങ്ങ് പരിഹാരം നിർദ്ദേശിക്കുന്നത് അംഗീകരിക്കുന്നവരെ, അവരുടെ പ്രശ്നങ്ങൾക്ക് ജഡ്ജായിട്ട് നബിയെ അങ്ങേ അവരെ നിയമിക്കുന്നവരെ, അങ്ങയുടെ പ്രശ്നങ്ങൾക്ക് അങ്ങ് പറയുന്ന പരിഹാരം അവർ സ്വീകരിക്കാതിരിക്കുന്ന കാലത്തോളം അവർക്ക് ഈമാൻ പരിപൂർണമാവില്ല. സ്വീകരിച്ചെങ്കിലേ അവരുടെ ഈമാൻ പൂർത്തിയാവൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസായിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്താണ്. നമ്മൾ ചിന്തിപ്പിക്കേണ്ട ആയത്താണിത്. പുണ്യനബി തങ്ങൾ നമ്മുടെ അദിലാൻ, ഹക്കമാൻ, ഹി ഈസ് ദ ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഹദീസ്, സ്വഹീഹായ ഒരു ഹദീസ്, ഒരു പണ്ഡിതൻ, ഒരു ഫഖീഹിന്റെ, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്റെ ഒരു ഫിഖഹിന്റെ മസ്അല, അത് ഹലാലോ ഹറാമോ, അത് മതി, പിന്നെ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. സമിഅനാ വ അത്വഅനാ, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ കേട്ടു, ഇതേ പറയാൻ പാടുള്ളൂ. അവിടെ വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പുണ്യനബിയുടെ ഹദീസ് അല്ലയോ? ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. റബീഉൽ അവ്വലിൽ നമ്മുടെ കുട്ടികൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലൊക്കെ ഈ ഹദീസ് ചെറുപ്പത്തിലേ നമ്മൾ കേൾക്കുന്നതാണ്, പറയുന്നതാണ്. പുണ്യനബി സ്വഹീഹായ ഹദീസാണിത്. എന്താ പറയുന്നത്? നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നവരെ ഈമാൻ പൂർത്തിയാവില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ സ്വന്തം കുട്ടിനേക്കാളും അല്ലാഹുവിന്റെ റസൂലാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾ പറയും, ആണോ? ഒന്നുകിലാണ്, അല്ലെങ്കിൽ അല്ല. അല്ലേ? ഇപ്പൊ പണിയെടുക്കണം, തിരുത്തണം. നിങ്ങളുടെ ഉമ്മയെക്കാളും നിങ്ങൾക്ക് ഉമ്മാനെ കാണണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഓടും. ശരിയാണ്, ഉമ്മ ഭൂമിയിലെ സ്വർഗമാണ്, നാളത്തെ സ്വർഗത്തിന്റെ സബബാണ്. വാപ്പയെ കാണണം, വാപ്പ സ്വർഗത്തിന്റെ നടുക്കലത്തെ വാതിലാണ്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പനെ കാണാൻ ആഗ്രഹമുണ്ട്, ഉമ്മാനെ കാണാൻ ആഗ്രഹം, ഭാര്യനെ കാണാൻ ആഗ്രഹം, കുട്ടികളെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണണം എന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതാണ് ഈ ഹദീസിന്റെ അർത്ഥം.
നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ എല്ലാ ആളുകളെക്കാളും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? റഷീദോ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും റസൂലുള്ളാഹിനെ ഇഷ്ടാന്ന് പറയും, നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും, പിന്നെ പറഞ്ഞു വന്നാസി അജ്മഈൻ, മറ്റെല്ലാവരെക്കാളും. ഒരൊന്നും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അള്ളാന്റെ റസൂല് മതി എന്ന് നിങ്ങളുടെ കൽബിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പോരാ, എപ്പോഴും തോന്നാറുണ്ടോ? എങ്കിലാണ് നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുന്നത്. ഇല്ലെങ്കിൽ പകുതി വെള്ളത്തിലാണ്, പകുതി ചളിയിലാണ്. ഈ ഹദീസിന്റെ അർത്ഥം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെ? കേട്ടങ്ങനെ പോവല. നമ്മുടെ മക്കളെക്കാൾ നമുക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെറിയ മക്കളാവും, എനിക്ക് 3-3.5 വയസ്സുള്ള മോള്, നമുക്ക് ഭയങ്കര കാണാൻ ഇഷ്ടമായിരിക്കും. പക്ഷേ ആ മോളെ എനിക്ക് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതിലേറെ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കാണണം, എനിക്ക് ഹബീബിന്റെ ശഫാഅത്ത് വേണം, ഹബീബിനെ ഒന്ന് കാണണം, റുഇയ സ്വാലിഹ, ഹബീബിനെ കാണാൻ പറ്റുന്ന സ്വപ്നങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് എന്റെ ഈമാൻ പൂർത്തിയാവുക. ഇത് നിങ്ങൾ പറയും, നിങ്ങളുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, പേരക്കുട്ടികളായവരോട് പ്രത്യേകം പറഞ്ഞു, പേരക്കുട്ടികളോട് വല്ലാത്ത സ്നേഹമായിരിക്കും, അല്ലെ? മക്കളെക്കാളും വലിയ സ്നേഹമായിരിക്കും മകളെ കുട്ടികളെ, മകന്റെ കുട്ടികളെ. അവരെക്കാളൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമാവാറുണ്ടോ? ഉണ്ടോ? ഉണ്ടാവണം എന്നല്ലേ ഖുർആൻ പറയുന്നത്, അതല്ലേ നബിതങ്ങൾ സ്വഹീഹായ ഹദീസല്ലേ ഇത്? നബിതങ്ങളെ നിങ്ങൾ അത്രമേൽ തെരഞ്ഞെടുക്കാതെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവൂല. യാ അല്ലാഹ്, അസ്റും മഗ്രിബും കഴിഞ്ഞ് പോകാൻ സമയമായി, നമുക്ക് ഇപ്പോഴും അള്ളാഹിന്റെ റസൂലിനെ ഖൽബിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലേ? പിന്നെ എപ്പോഴും നമ്മുടെ ഈമാന് പൂർത്തിയാവുക? സമയമുണ്ട്. മരണത്തിന്റെ 1 സെക്കൻഡ് മുമ്പാണെങ്കിൽ പോലും സമയമുണ്ട്. നമുക്ക് ഖൽബിലേക്ക് ഹബീബിനെ ആവാഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ ഈ ഉമ്മത്താവുന്നുള്ളൂ. ഉമ്മച്ചി, എന്റെ ഉമ്മച്ചികൾ ഇങ്ങോട്ട് പോരിൻ. അർശിന്റെ താഴെ കിടന്ന് ഹബീബായ നബി, അല്ലാഹുവേ അല്ലാഹുവേ ശഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിൽ. ചെറിയ കുട്ടികളെ മൈക്കിന്റെ അടുത്ത് കൂടെ കൊണ്ടുപോകുമ്പോഴേ മോനെ ശ്രദ്ധിക്കണേ, സൗണ്ട് അവരെ ചെവിക്കാണ്ട് അലക്കുന്ന അവസ്ഥ വരരുത്. എന്റെ ഉമ്മത്തികളിലെ വൻപാപികളായ ആളുകൾക്ക് അല്ലാഹുവേ ഞാൻ ആദ്യമായി ശുപാർശ ചെയ്യുന്നു, റബ്ബേ അവരെ രക്ഷപ്പെടുത്തണേ. ആർക്കായി ഈ ശുപാർശ എന്നറിയോ? എന്റെ ഉമ്മത്തി. ആരാ എന്റെ ഉമ്മത്തി? ഞാനാണ് അവർക്ക് അവരുടെ മക്കളെക്കാളും അവരെക്കാളും. നിങ്ങൾ പറഞ്ഞ നബി, എനിക്ക് എന്റെ എല്ലാ മക്കളെക്കാളും ഭാര്യയെക്കാളും ഉമ്മ വാപ്പയൊക്കെ അങ്ങേ തന്നെ ഇഷ്ടം, പക്ഷെ എന്റെ തടി കഴിച്ചിട്ടോ. അപ്പോഴാണ് നബി എന്താ പറഞ്ഞത്? അല്ല ഉമറെ, പോരാ, പറ്റില്ല, നിങ്ങളെക്കാളും. നിക്കട്ടെ നബി, നിക്കട്ടെ, എപ്പ പറയാ. അച്ഛൻ കുറച്ചേരം ഇങ്ങനെ നിന്നു. കാരണം ഈ സംഭവം ഇന്റേണലൈസ് ചെയ്യണ്ടേ. പറഞ്ഞു, എന്റെ നഫ്സിനെക്കാളും എനിക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമാണ്. നബിയേ, അൽആൻ, ഇപ്പോ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ നഫ്സിനെക്കാളും അങ്ങ് എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇത് പറഞ്ഞപ്പോഴാണ് അൽആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ നിങ്ങളുടെ ഈമാൻ അതിന്റെ പെർഫെക്ഷനിൽ എത്തിയത്. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങളോടായി പറഞ്ഞു. അപ്പൊ ആ ആളുകളെ നബി എന്റെ ഉമ്മത്തി എന്ന് വിളിക്കുക. അല്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ അലവലാദികളെ വിളിക്കാത്ത കല്യാണത്തിന് പോവാ, എന്നിട്ട് നമുക്കും ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക. അപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്കുക, അല്ലടോ ഈ എവിടുന്ന് വന്നാ? ഞാൻ പുതിയാപ്പന്റെ കൂട്ടാൻ. അയ്യോ, ഞാൻ പുതിയണ്ണിന്റെ കൂട്ടുകാരനാ. പറഞ്ഞു, ഇവിടെ ഇത് രണ്ടും അല്ലല്ലോ നടക്കണത്, ഇവിടെ അടിയന്തരാണല്ലോ, നീ എന്തിനാ വന്നത്? സുബ്ഹാനല്ലാഹ്, ഈ കോലത്തിലായി പോകും. ഉമ്മച്ചി എന്ന് ഹബീബ് വിളിക്കുന്നത് ഹബീബിനെ ജീവനേക്കാൾ സ്നേഹിച്ചവരെയാണ്. അവരാ ഹബീബിന്റെ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ശഫാഅത്ത് എന്ന് പറഞ്ഞപ്പോൾ നടക്കുകയാണ്. ഇത് പറയാൻ അല്ലാഹു നബിയെ അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. എന്തൊരു സീരിയസ് ആണ് വിഷയം. അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് നബിയെ അങ്ങ് പരിഹാരം നിർദ്ദേശിക്കണം. അങ്ങയെ വിധികർത്താവായി അവർ അംഗീകരിക്കണം. അങ്ങയുടെ ഹദീസ് അവർ അംഗീകരിക്കണം. അങ്ങയുടെ തീരുമാനം അവർ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിയുന്നില്ലേ? അതിനേക്കാൾ വലുത് അവരുടെ സിദ്ധാന്തങ്ങളാണ്, പാർട്ടിയാണ്, അതാണ്, ഇതാണ്. ഒന്നും മുസ്ലിം ആയിട്ടില്ല. നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ, മുസ്ലിമാണ്, ആയിട്ടില്ല. അങ്ങനത്തെ കുറെ കോലങ്ങൾ കെട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിബിതങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തികളെ പാത്രത്തിൽ ഭക്ഷണം വെച്ചു കൊടുത്തിട്ടേ വിശന്ന് ദിവസങ്ങളായി തിന്നാത്ത ആളുകൾക്ക്
മന്തിയൊന്നും വേണ്ടി വരില്ല, സാധാ ചോറ് വെച്ചു കൊടുത്താൽ മതിയാവും. അവര് ആർത്തിയോടെ തിന്നും ഇല്ലേ? അതുപോലെ നിങ്ങളുടെ മേൽ അഡ്രസ്സുള്ളവനും അല്ലാത്തവനും മുഴുവൻ നിങ്ങളുടെ മേൽ കൈവെക്കും ഈ ഉമ്മത്തിനെ. അപ്പൊ അവര് ചോദിച്ചു, നബി ഞങ്ങൾ വളരെ ന്യൂനപക്ഷമായത് കൊണ്ടാണോ അങ്ങനെ അവര് ചെയ്യുക? അല്ലല്ല, വലാകിന്നുക്കും കസീർ, നിങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? വെള്ളം ഇങ്ങനെ ഒലിക്കുമ്പോ ഈ റോഡ് സൈഡിലെ വേസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോവില്ലേ, ആ ഒഴുക്കിൽ നിങ്ങൾ ഇങ്ങനെ പോവാണ് എന്നല്ലാതെ നിങ്ങളല്ല. ഉത്തരേന്ത്യയിൽ എവിടെയോ മഞ്ഞക്കല്യാണം, എന്നാ നമ്മളത് മഞ്ഞാക്ക, നമുക്കും തുടങ്ങാൻ, കാഞ്ഞങ്ങാട്ടും തുടങ്ങാം. അവിടെ നീലക്കല്യാണം തുടങ്ങിയോലോ, എന്നാ നമുക്ക് അതാക്ക. അവിടെ ഇങ്ങനെയാണോലോ പരിപാടി, എന്നാ നമ്മൾ അത് ചെയ്യാ. ഇങ്ങനെ റോഡിലൂടെ ഒഴുകുന്ന ചണ്ടികളോടൊപ്പം നിങ്ങൾ ഒഴുകുക. നിങ്ങൾ ഒരുപാടുണ്ട്, ഇതൊക്കെ ഒഴുകാണ്. ആ നേരത്തെ ഇവര് നിങ്ങളെ കൈവെക്കും, അവര് നിങ്ങളെ കാർന്നു തിന്നും. എങ്ങനെയെന്നറിയോ? ഭക്ഷണത്തളികയിലേക്ക് അവര് വിശന്നവർ കൈനീട്ടുന്ന പോലെ. എന്തൊരു മനോഹരമായ സിമിലിയാണത്. ആ ഒരു ഉദാഹരണം നോക്കി ഇപ്പൊ അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു യതീമിനെ പോലെ ഇങ്ങനെ നിൽക്കുക. ഒരാടുംകുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ചെന്നായികൾ വന്നിങ്ങനെ ഒരുത്തൻ കാലിൽ കടിച്ചു പോകുന്നുണ്ട്, ഒരുത്തൻ വാല് മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട്, ഒരുത്തൻ മുഖം കടിച്ചു പിടിച്ചിരിക്കുകയാണ്, ഒരുത്തൻ നെഞ്ചത്ത് കടിച്ചു തൂങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാധു ആടുംകുട്ടി എന്ത് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെ മോഡലിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കോളൂ. നിങ്ങൾ ഇങ്ങനെ ഓരോരോ സംസ്കാരങ്ങൾ, ഇസ്ലാമിന് അന്യമായത്, പാടില്ലാത്തത്, നിങ്ങൾ ഇങ്ങനെ കാശ് തകർത്ത് കുളിച്ച് ആർമാദിച്ച് നിങ്ങൾ നടന്നോളൂ. നിങ്ങളൊക്കെ ഇവർ പിടിക്കും. ഈ ഒരു ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെ ചെന്നായകൾ കാർന്നു തിന്നുന്ന പോലെ നിങ്ങളെ പിടിച്ചവർ തിന്നും നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് തങ്ങൾ നിർത്തിയില്ല. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള പേടിയൊക്കെ അന്ന് എടുത്ത് കളയും. നിങ്ങൾ ഒരു പുല്ല് വില തോന്നൂല അവർക്ക്. നിങ്ങൾ കുറെ പൈസ കൊണ്ടേ കൊടുക്കണ്ടാവും, അവർക്ക് കുറെ സോപ്പിടുന്നുണ്ടാവും, ഒന്നും അവർക്ക് ആ നേരത്തെ ഓർമ്മ വരില്ല. വെറുപ്പ് വരുമ്പോ നിങ്ങളെ കുറിച്ചുള്ള പേടി അവരുടെ ഹൃദയം നല്ല എടുത്ത് കളയും. നിങ്ങളുടെ ഹൃദയത്തിൽ വഹ്ന് എന്ന് പറഞ്ഞൊരു അസുഖം ഇട്ടരുത്. അത് ഹാർട്ട് അറ്റാക്ക് അല്ല. എന്താ വഹ്ന് എന്ന് പറഞ്ഞാൽ? നമുക്ക് പൈസ വേണം, അധികാരം വേണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ഫോം വിളിച്ചാൽ നടക്കണം, നമുക്ക് ചില ആളുകൾ വേണം, ഉത്തരവാദപ്പെട്ട ആളുകൾ മേലെ വേണം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കണം. ഇത് മാത്രമേ നിങ്ങളുടെ ചിന്തയിൽ വരൂ. വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ നിങ്ങൾ ഒരിക്കലും റെഡിയല്ല. അതിനൊരുങ്ങണ്ടേ? നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു കാലമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഹദീസിന്റെ പുലർച്ചയാണ് നമ്മൾ ഈ കാണുന്ന പത്രത്തിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന സംഭവം. ഇത്രയേ ഉള്ളൂ. ഇതില് നമ്മൾ ചേഞ്ച് ആവൽ മാത്രമാണ് പരിഹാരം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു തോട്ടം മദീനയിലുണ്ടായിരുന്നു. ആ തോട്ടത്തിന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് പറഞ്ഞാൽ ഹബീബായ നബി തങ്ങളുടെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസാണ്. അവരുടെ വാപ്പ സുബൈർ എന്നവരുടെ ഒരു തോട്ടമുണ്ടായിരുന്നു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. സുബൈർ എന്നവരുടെ തോട്ടം, സുബൈർ എന്നവരുടെ ഒരു ഈത്തപ്പനത്തോട്ടം, അതിന്റെ താഴെ മദീനയിൽ ഒരു അൻസ്വാരിക്ക് ഒരു തോട്ടമുണ്ട്. സുബൈർ എന്നവരെ നബി തങ്ങളുടെ അമ്മായി സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, സഫിയ ബീവിന്റെ മോനാണ് സുബൈർ എന്നവരെ റളിയല്ലാഹു അൻഹ. സുബൈർ ഇബ്നുൽ അവ്വാം സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന 10 സ്വഹാബികളിൽ ഒരു സ്വഹാബിയാണ്. 21ാം നൂറ്റാണ്ടിൽ നിന്നും നമ്മൾ കണക്ട് ചെയ്യുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സമൂഹത്തെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് വാല് പറയുന്നത്, എപ്പോഴും പറയാറുള്ളത്, ഈ സമൂഹത്തെ 14 നൂറ്റാണ്ടപ്പുറത്തെ ഒരു സമൂഹവുമായി ഇങ്ങനെ തട്ടിച്ചു നോക്കുമ്പോഴാണ്, അപ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് മനസ്സിലാവുള്ളൂ. അല്ലെ, നമ്മൾ എവിടെയോ ആണ് നമുക്ക് തോന്നും. നമ്മൾ ഒന്നുമല്ല എന്ന് തിരിയണമെങ്കിൽ ആ ഖൈറുൽ ഖുറൂരിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതിനാണ് ഉദാഹരണങ്ങൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പറയാ, വാപ്പയുടെ ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിലേക്ക് വെള്ളം വരും, അരുവി വരും, ചെറിയ അരുവി. ആ വെള്ളം ആ തോട്ടവും കവിഞ്ഞ് താഴെയുള്ള തോട്ടത്തിലേക്ക് അൻസ്വാരിയുടെ, മദീനക്കാരനായ അൻസ്വാരി സ്വഹാബി, സുബൈർ എന്നവർ മക്കത്ത് നിന്ന് വന്നവരാ, മുഹാജിറായ സ്വഹാബിയുടെ തോട്ടത്തിൽ നിന്ന് വെള്ളം ഈ സ്വഹാബിയുടെ അൻസ്വാരിയുടെ തോട്ടത്തിലേക്ക് കിട്ടണില്ല. സുബൈർ എന്നവർ അത് തടഞ്ഞു വെക്കുന്നുണ്ട് എന്നാണ് ഹബീബിന്റെ മുമ്പിൽ പരാതിപ്പെട്ടത്. അൻസ്വാരിയായ സ്വഹാബി, നബിയെ, എന്റെ തോട്ടത്തിലുള്ള വെള്ളം അവിടെ ബ്ലോക്ക് ചെയ്യാണ്. അത് അയാൾ വിട്ടാലല്ലേ താഴത്തെ പറമ്പിലേക്ക് വെള്ളം വരുള്ളൂ. മനസ്സിലായല്ലോ? ആ ഒരു വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് ഫലാ വറബ്ബിക
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിധികർത്താവായി വരുന്നു. ആരാന്നറിയോ? അഅദലു ഖൽഖില്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും നീതി പഠിപ്പിക്കാൻ വന്ന നബി. മഖ്ദൂമിയത്തായ ഒരു പെണ്ണ് മോഷണം നടത്തിയപ്പോ, മഖ്ദൂമികൾ പ്രമാണിമാരാണ്. അബൂജഹലിന്റെ കുടുംബം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ് അതൊക്കെ. ആ മഖ്ദൂമികൾപ്പെട്ട ഒരു പെണ്ണ് മോഷണം ചെയ്തപ്പോ ആ മോഷണ കുറ്റം അവരുടെ മുൻകൈ മുറിക്കപ്പെടുമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു കൈയെ മുറിക്കേണ്ടി വന്നിട്ടുള്ളൂ, പിന്നെ മോഷണം നടന്നില്ല എന്നത് നമ്മൾ ചരിത്രത്തോട് ചേർത്ത് വായിക്കണം കേട്ടോ. ഭയങ്കര ശിക്ഷയല്ലേ എന്ന് പറയും. ആ ശിക്ഷ കൊടുത്താൽ ഒരാളും പിന്നെ എന്ത് ചെയ്യില്ല, അതിന് മുതിരൂല, മോഷണത്തിന് മുതിരൂല. മഖ്സൂമിയത്തായ പെണ്ണിനെ മോഷണം ചെയ്തതിന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ പോകുമ്പോൾ ആ കുടുംബത്തിന് തോന്നി, ഞങ്ങൾ ഈ നാട്ടിലെ നല്ലൊരു കുടുംബമല്ലേ, കുടുംബത്തിന് മാനക്കേടല്ലേ, അവിടെ പിന്നെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും ചെറുക്കന്മാര് വരുമോ? ആ ശിക്ഷ കിട്ടിയ ആ കുട്ടി ആ പേരക്കാര് അങ്ങനെയല്ലേ പറയാ. പിന്നെ അപ്പൊ ഇത് നബിന്റെ അടുത്ത് ഒഴിവാക്കിയിട്ട എന്തെങ്കിലും റെക്കമെൻഡേഷൻ ആരെങ്കിലും ഹബീബിനോട് പോയി പറയോ? അലിയാരെ വിളിച്ചു, ഞാൻ പറയില്ല. ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ബീവി നിങ്ങൾ പോയി പറയോ വാപ്പാനോട്, ഒന്ന് വിട്ടേക്ക്, സാരല്ല, ഇനി അവള് മോഷ്ടിക്കൂല എന്ന് പറഞ്ഞേക്കിൻ, ഞാൻ പറയൂല. അപ്പോഴാണ് ഹബീബായ നബിയുടെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയുണ്ട്, നബിയുടെ പോറ്റുപുത്രൻ എന്നറിയപ്പെട്ടിരുന്ന സയ്യിദ് ബിൻ ഹാരിഥ റളിയല്ലാഹു. ഈ സംഭവം കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ പ്രഭാഷണം ഉണ്ടായിരുന്നു, സൂചിപ്പിച്ചിരുന്നു. അന്ന് സൗണ്ടില്ലായിരുന്നു തീരെ, കഴിഞ്ഞ ശനിയാഴ്ച. അപ്പോ സയ്യിദ് ബിൻ ഹാരിഥ തങ്ങൾ നബിയുടെ പോറ്റുപുത്രൻ, അവരുടെ ഒരു മോനുണ്ട് ഉസാമ തങ്ങൾ. വാപ്പ നല്ല വെളുത്തിട്ട, പക്ഷെ മോൻ ഭയങ്കര കറുത്തിട്ടായിരുന്നു. ആ കറുത്ത മോൻ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്, ഹിബ്ബു റസൂലില്ലാഹി എന്ന് പറയാം. ഇടയ്ക്ക് സയ്യിദ് ബിൻ ഹാരിഥ നബി, നബി ഇതിന്റെ മോൻ തന്നെയാണോ നബിയെ സംശയം ചോദിച്ചു. അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ വാപ്പി മോൻ ഇങ്ങനെ പള്ളിയിൽ കിടക്കുമ്പോ വാപ്പാന്റെയും മോന്റെയും കാലിലേക്ക് നബി തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, സയ്യിദേ, ഈ ഉസാമ നിന്റെ മോൻ തന്നെയാണ് കേട്ടോ. നീ കണ്ടിട്ടില്ലേ നല്ല ഈ നിറമുള്ള ചവപ്പും വെള്ളുപ്പൊക്കെ നിറമുള്ള കുതിരക്കൂട്ടങ്ങളിൽ കറുത്ത കുതിരനെ കാണില്ലേ? അതിപ്പോ എങ്ങനെയാ കറുത്ത കുതിര ജനിക്കുന്നത്? ഏതെങ്കിലും വല്യാപ്പാന്റെ ആ ഒരു DNA പോയിട്ടുണ്ടാവും. എന്നാ അതന്നെ ഒരു DNA എന്ന് പറഞ്ഞില്ലട്ടോ, ഞരമ്പുകൾ പായാണെന്നാ പറയാ. നസാഅത്തു ഇർഖിൻ, ഓരോ പാരമ്പര്യം എന്ന് പറയില്ലേ. പാപ്പാന്റെ ജയിലാണ്, മൂത്താപ്പാന്റെ ജയില, ചിലപ്പോൾ അമ്മാവിന്റെ ജയിലാന്ന് പറയും. അപ്പോൾ മൂത്തമ്മാന്റെ ജയിലിലേക്കാണ് പോയതെന്ന് പറയും. അങ്ങനെയൊക്കെ ആവും. അപ്പോ ഉസാമ നിങ്ങളുടെ മോൻ തന്നെയാണ് കേട്ടോ, അങ്ങനെ സംശയിക്കല്ലേ എന്ന് നബി തങ്ങൾ പറഞ്ഞിരുന്നു സല്ലല്ലാഹു. ഏതായിരുന്നാൽ ഉസാമ തങ്ങളോടാ പറഞ്ഞത്, ഉസാമ നിങ്ങൾ പോയി പറയും. ഉസാമ തങ്ങൾ ഇങ്ങനെ, നബിയെ എന്താ ഉസാമ, നബിക്ക് ഇഷ്ടപ്പെട്ട ആൾ, എന്തേ വേണ്ടത്? ആ മഖ്സൂമിയത്തായ പെണ്ണിനെ ഒന്ന് വിട്ടൂടെ? മുഖം കെട്ട് ചമന്നു നബിയുടെ. അള്ളാഹു നടപ്പാക്കാൻ പറഞ്ഞ ഒരു ശിക്ഷ ഞാൻ ചെയ്യരുത് എന്ന് പറയാനാണോ ഉസാമ നിങ്ങൾ എന്റെ മുമ്പിൽ ഇപ്പൊ വന്നത്? ആരായി ഉസാമ എന്നവര്? നബിന്റെ മഹ്ബൂബായ സ്വഹാബിന്റെ മഹ്ബൂബായ മോനാണ്. ഉസാമ തങ്ങൾ പേടിച്ചു. സ്വലാത്തു ജാമിഅ, ബിലാലെ എല്ലാവരോടും പള്ളിക്ക് വരാൻ വേണ്ടി പറ, എല്ലാവരോടും പള്ളിക്ക് വരാൻ വേണ്ടി പറ. എല്ലാവരും പള്ളിയിലേക്ക് വന്നു. അന്ന് ജുമയും പെരുന്നാളൊന്നും അല്ല അത്, പക്ഷെ ജനങ്ങളെ പഠിപ്പിക്കേണ്ട സമയങ്ങൾ തങ്ങൾ മിമ്പറിൽ കയറി സംസാരിക്കും. വെള്ളിയാഴ്ച ആവണം നിർബന്ധമല്ല. തങ്ങൾ സംസാരിച്ചു, ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾ ഇങ്ങനെയാ. എങ്ങനെ? പ്രമാണിമാര് തെറ്റ് ചെയ്താൽ മൂടിവെക്കും, പാവപ്പെട്ട സാധുക്കൾ തെറ്റ് ചെയ്താൽ അവരെ പിടിച്ച് ശിക്ഷിക്കും. വല്ലാഹി എന്റെ ഉമ്മത്തിൽ ഞാനത് സമ്മതിക്കൂല. എന്നിട്ടൊരു വാക്ക് നബി തങ്ങൾ പറഞ്ഞു, എന്റെ പുന്നാര മകള് ഫാത്തിമ, എന്റെ മോള് ഫാത്തിമ, അവളാണ് മോഷണം ചെയ്തതെങ്കിൽ എന്റെ മോളുടെ കൈ ഞാൻ മുറിച്ചിരിക്കും. വല്ലാഹി ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. ഇമാം സുഹരി തങ്ങൾ ഹദീസ് ധരിച്ചു പറയാ. ഇമാം സുഹരി തങ്ങൾ ഹദീസിന് തഅലീഖ് കൊടുക്കാറുണ്ട്. ഹാഷാഹാ അൻ തസ്രിഖ്, ഫാത്തിമ ബീവി എങ്ങനെ മോഷ്ടിക്കാനാണ് ഉടച്ചോനെ എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, എന്റെ മോള് ഫാത്തിമ, യരീബുനി മാ യരീബുഹാ വയുർദീനി മാ യുർദീഹാ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഫാത്തിമ ബീവി. അതാണ് നബി തങ്ങൾ, അവിടുത്തെ നീതി അതാണ്. ആരുടെയും മുഖം നോക്കില്ല, അവിടെ ആരുടെയും മുഖം നോക്കില്ല. അങ്ങനത്തെ നബി തങ്ങളാണ് ഈ അൻസ്വാരിയുടെ വിഷയത്തിൽ വിധി പറയാൻ വേണ്ടി വരുന്നത്.
ഹുനൈനിലെ ഗനീമത്ത് സ്വത്തുകൾ ഓഹരി വെച്ച് കൊടുത്തു കൊണ്ടിരിക്കുമ്പോഴേ മുഹാജിറുകളായ സ്വഹാബിമാരിൽ ചിലർക്ക് കൊടുത്തു, ചില ആളുകൾ കൊടുത്തില്ല. അൻസ്വാരികൾക്ക് തീരെ കൊടുത്തില്ല. എന്നാൽ ഇന്നലെ വരെ ശത്രുക്കളായി ഇന്ന് മുസ്ലിമായ ആളുകൾക്ക് നൂറുകണക്കിന് ആടുകളും ഒട്ടകങ്ങളും നബി തങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഹുനൈനിലെ യുദ്ധമുതലുകൾ ഒരുപാടുണ്ടായിരുന്നു. ഒക്കെ ഓഹരി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നബി തങ്ങളുടെ കൂടെ ബദറിൽ വന്നവർ, ഉഹദിൽ വന്നവർ, ഹുനൈനിലും ഖന്ദഖിലും വന്നവരെ അവരൊക്കെ എങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്കൊന്നുമില്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ചില ആളുകളുടെ മനസ്സിലെ ഈമാൻ ഉറക്കാൻ വേണ്ടി, അവരുടെ കാലൊന്നും ഇടറാതിരിക്കാൻ വേണ്ടി ദുന്യാവിന്റെ ചില എച്ചിലുകൾ ഞാൻ ചില ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, ചില ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് ഞാൻ കൊടുക്കാതിരിക്കുന്നത്? അവരുടെ മനസ്സിലെ ഈമാൻ സുദൃഢമാണെന്ന് എനിക്ക് അറിയുന്നതിന്റെ പേരിലാണ്. മിൻഹും അംറു ഇബ്നു തഗ്ലിബ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അംറു ഇബ്നു തഗ്ലിബ് തങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു. അവരിൽപ്പെട്ട ആളാണ് അംറു ഇബ്നു തഗ്ലിബ്. ഞാൻ പറയാം, എനിക്ക് മതി, എനിക്ക് ദുന്യാവിനൊന്നും വേണ്ട. എന്നെ പറ്റി നബിക്ക് അങ്ങനെ ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടായല്ലോ, എനിക്കത് മതി. സ്വഹാബിമാര് ഇങ്ങനെ നിൽക്കുന്ന നേരത്താണ് ഒരു കപടവിശ്വാസിയായ ആള് വന്നിട്ട് നബിയോട് പറഞ്ഞത്, യഅദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ നീതി പാലിക്കണം, നീതി പാലിക്കണം. നബി തങ്ങൾ അങ്ങ് ദേഷ്യപ്പെട്ടില്ലേ, ഞങ്ങളുടെ മുഖം അങ്ങ് ചമന്നു. ഞാനിവിടെ നീതി നടപ്പാക്കിയില്ലെങ്കിൽ ആരാണ് നീതി നടപ്പാക്കുക? നീതി പഠിപ്പിക്കാൻ വന്ന ആളല്ലയോ ഞാന്? എന്നോട് നീതി നടപ്പാക്കാൻ വേണ്ടി പറയേ? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഈ മനുഷ്യന്റെ തല ഞാൻ എടുത്തോട്ടെ.